നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് തികച്ചും വ്യത്യസ്തമായ മറ്റൊരു കഥയാണ്. മെർലിൻ സ്മിത്തിൻ്റെ ഒരു കഥയാണ് ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ പോകുന്നത്. നായ്ക്കളെയും പൂച്ചകളെയും എല്ലാം വളർത്തുമൃഗങ്ങളായി വളർത്തുന്നതിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുമുണ്ട്, കണ്ടിട്ടുമുണ്ട്. നമ്മളിൽ പലർക്കും അങ്ങനെ ഒരു വളർത്തുമൃഗം കാണുകയും ചെയ്യും, അല്ലേ? എന്നാൽ പണ്ട് വേട്ടക്കാരും കാടിനോട് ചേർന്ന് ജീവിക്കുന്നവരും തികച്ചും വ്യത്യസ്തമായ വളർത്തുമൃഗങ്ങളെയായിരുന്നു അവർ വളർത്തിയിരുന്നത്. കടുവകളുടെ കുട്ടികളെ, അല്ലെങ്കിൽ പുലിക്കുട്ടികളെ, അതുമല്ല എങ്കിൽ കാർട്ടകളുടെ കുട്ടികളെ, എന്തിനേറെ പറയണം, വിഷപ്പാമ്പുകളെ പോലും വളർത്തിയിരുന്നവർ അന്നുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ വനത്തിൽ നിന്നും എടുത്ത് വളർത്തുന്ന വന്യമൃഗങ്ങൾ ശരിക്കും ഒരു വളർത്തുമൃഗമായി മാറുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതോ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ഉള്ളിലെ വേട്ടക്കാരൻ ഉണരുമോ? ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾക്കാണ് ഇങ്ങനൊരു അവസരം കിട്ടുന്നതെങ്കിൽ വനത്തിൽ ജീവിക്കുന്ന ഏത് വന്യമൃഗത്തെ ആയിരിക്കും നിങ്ങൾ വളർത്താൻ ആഗ്രഹിക്കുന്നത്? അതിൻ്റെ പേര് താഴെ കമൻറ്റ് ചെയ്യുക. നമുക്കിനിയും കഥയിലേക്ക് പോകാം. നമ്മളിന്ന് പറയുവാൻ പോകുന്നത് മെർലിൻ സ്മിത്തിൻ്റെ ഒരു കഥയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കഥകളാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കഥകൾ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ കഥകളിലൂടെ. മനുഷ്യവാസവും നിബിഡ വനങ്ങളും ഒന്നായി ചേർന്ന് കിടന്ന ആ കാലഘട്ടത്തിലാണ് ഈ കഥ നടക്കുന്നത്. മെർലിൻ സ്മിത്ത് തൻ്റെ ജീവിത കാലയളവിലെ ഒട്ടുമിക്ക സമയവും ചെലവഴിച്ചിരുന്നത് തൻ്റെ കാടിനുള്ളിലെ ആ ചെറിയ ബംഗ്ലാവിലോ അല്ലെങ്കിൽ വേട്ടയാടാനുള്ള ക്യാമ്പിലോ ആണ്. നഗരത്തിലെ തിരക്കുകളിൽ നിന്നും മാറി വനത്തിൻ്റെതായ നിശബ്ദതയിൽ ജീവിക്കാനായിരുന്നു അദ്ദേഹം ഏറെ ആഗ്രഹിച്ചിരുന്നത്. അങ്ങനെയുള്ള അവിടുത്തെ ഓരോ ദിവസവും തുടങ്ങുന്നത് കിളികളുടെ കളകളാരവം കേട്ടുകൊണ്ടാണ്. അങ്ങനെ തികച്ചും നിശബ്ദമായ ഒറ്റപ്പെട്ട ആ പ്രദേശത്ത് സ്മിത്ത് ഒറ്റയ്ക്കായിരുന്നില്ല. സാധാരണക്കാരായ ആളുകൾ ഭയക്കുന്ന ചില കൂട്ടുകാർ അദ്ദേഹത്തിനോടൊപ്പം അവിടെ ഉണ്ടായിരുന്നു. കാടിന് കാടിൻ്റേതായ നിയമമുണ്ട്. ഇവിടെ ഒന്നെങ്കിൽ നിങ്ങൾ വേട്ടക്കാരനാണ്, അല്ലെങ്കിൽ ഇരയാണ്. എന്നാൽ ചിലപ്പോൾ ഈ നിയമങ്ങൾക്കും അപ്പുറം പ്രകൃതി വിരുദ്ധമായ ചില കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. മെർലിൻ സ്മിത്തിന് വിചിത്രമായ മൃഗങ്ങളെ വളർത്തുവാൻ വലിയ താല്പര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പക്കൽ ഒരു ചെറിയ കരടിക്കുട്ടി ഉണ്ടായിരുന്നു. എല്ലാവരും അതിനെ ബാലു എന്നാണ് വിളിച്ചിരുന്നത്. കാരണം കറുത്ത വെൽവെറ്റ് പന്ത് പോലെയായിരുന്നു ആ കുട്ടി മൃഗം ഇരുന്നിരുന്നത്. പക്ഷേ അതിൻ്റെ കുഞ്ഞൻ കൈപ്പത്തിക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നത് വലിയ കൂർത്ത നഖങ്ങളായിരുന്നു. ആ പാപം പോലെ ഇരിക്കുന്ന ആ കരടിയെ മെർലിൻ സ്മിത്തിന് കിട്ടുന്നത് അതിൻ്റെ അമ്മ ഒരു മലഞ്ചെരുവിൽ നിന്ന് വീണ് മരിക്കുമ്പോഴാണ്. അദ്ദേഹം ആ കുട്ടിമൃഗത്തെ കാണുമ്പോൾ അത് വിശന്ന് പേടിച്ചു വരണ്ട് ഒറ്റപ്പെട്ട നിലയിൽ മരണത്തോട് മല്ലിടുകയായിരുന്നു. ആ സമയത്താണ് മെർലിൻ സ്മിത്ത് അതിനെ എടുത്തുകൊണ്ട് വളർത്തുന്നത്, തൻ്റെ കൂടെ കൂട്ടുന്നത്. എന്നാൽ അദ്ദേഹം വൈകിയാണ് ഒരു സത്യം തിരിച്ചറിഞ്ഞത്. വനത്തിൻ്റെ വന്യതയിൽ ജീവിക്കുന്ന വന്യമൃഗങ്ങളെ വളർത്തിയെടുക്കുക എന്നത് അസാധ്യമാണെന്ന്. ബംഗ്ലാവിൻ്റെ വരാന്തയിൽ ബാലു എപ്പോഴും നടക്കുമായിരുന്നു. തടി കൊണ്ടുള്ള തറയിലൂടെ അവൻ നടക്കുമ്പോൾ അവൻ്റെ നഖം തടിയിൽ തട്ടി കട്ട് കട്ട് എന്നൊരു പ്രത്യേക ശബ്ദമുണ്ടാകുമായിരുന്നു. അവൻ നായെപ്പോലെ വിശ്വസ്തനോ അല്ലെങ്കിൽ പൂച്ചയെപ്പോലെ ശാന്തനോ ആയിരുന്നില്ല. അവൻ അവൻ്റേതായ ഒരു ലോകത്തായിരുന്നു. തേനും പ്രാണികളുമായിരുന്നു അവൻ്റെ പ്രിയപ്പെട്ട ഭക്ഷണം. മെർലിൻ സ്മിത്ത് തൻ്റെ ഡയറി എഴുതുവാൻ വേണ്ടി എപ്പോഴൊക്കെയാണോ വരാന്തയിൽ വന്നിരിക്കുന്നത് അപ്പോഴെല്ലാം ബാലുവും അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വന്നിരിക്കും. ബാലുവെന്ന് വിളിക്കുന്ന ആ കരടി കാണുമ്പോൾ വെറും പാവമാണെന്ന് തോന്നുമെങ്കിലും അവൻ്റെ ചെറിയ തവിട്ട് നിറത്തിലുള്ള കണ്ണുകളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് വന്യമായ ഒരു തിളക്കമാണ്. അതിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ നമുക്ക് ഭയം തോന്നും. കാരണം അതൊരു വന്യമൃഗമാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു വേട്ടക്കാരൻ ഒളിഞ്ഞു കിടപ്പുമുണ്ട്. എപ്പോൾ വേണമെങ്കിലും അത് പുറത്തു വരും. മെർലിൻ സ്മിത്തിൻ്റെ ബംഗ്ലാവിലെ ജോലിക്കാർക്ക് ബാലുവിനെ വലിയ പേടിയായിരുന്നു. അവർ ഭക്ഷണം കൊണ്ടുവരുമ്പോൾ അവൻ മനുഷ്യന്മാർ കൂർക്കം വലിക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദമുണ്ടാക്കുമായിരുന്നു. അത് ഒരു താക്കീത് പോലെയായിരുന്നു. അവൻ മനുഷ്യന്മാരെ കണ്ടിരുന്നത് തൻ്റെ യജമാനന്മാരെ പോലെയല്ല, മറിച്ച് തൻ്റെ കൂട്ടുകാരെ പോലെയാണ്. വന്യമൃഗങ്ങളുടെ ലോകത്ത് കൂട്ടുകാർ തമ്മിലും ചോര ചീന്തുന്ന കളികൾ നടക്കാറുണ്ട്. അങ്ങനെ ഒരു സംഭവത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഒരു ദിവസം ഉച്ചയായി കാണും.
നല്ല വെയിലുള്ള നേരം. കാടാകെ തികഞ്ഞ നിശബ്ദതയിലായിരുന്നു. സ്മിത്ത് അകത്ത് വിശ്രമിക്കുകയായിരുന്നു. അപ്പോഴാണ് പുറത്തുനിന്നും ഉച്ചത്തിലുള്ള ഒരു നിലവിളി കേട്ടത്. തൻ്റെ ജോലിക്കാരൻ്റെ ഉച്ചത്തിലുള്ള ശബ്ദമായിരുന്നു അത്. സ്മിത്ത് ഉടനെ തന്നെ പുറത്തേക്ക് ഓടി. പുറത്തെത്തിയപ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. ബാലു തൻ്റെ കൈകൾ കൊണ്ട് ഒരു ജോലിക്കാരൻ്റെ കാൽ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു. അവൻ കളിക്കുകയായിരുന്നു എന്നാണ് തോന്നിയത്. പക്ഷേ ആ കളി വളരെ ക്രൂരമായി മാറിക്കഴിഞ്ഞിരുന്നു. അവൻ്റെ കൈകളിലെ ആ കൂർത്ത നഖങ്ങൾ ജോലിക്കാരൻ്റെ തൊലിക്കുള്ളിലേക്ക് ആഴത്തിലിറങ്ങിയിരുന്നു. അതിൽ നിന്നും രക്തം വാർന്നൊലിക്കുന്നുണ്ടായിരുന്നു. ബാലുവിൻ്റെ മുഖത്ത് അപ്പോൾ നിഷ്കളങ്കത ഉണ്ടായിരുന്നില്ല. അവൻ ക്രൂരനായി കഴിഞ്ഞിരുന്നു. ജോലിക്കാരൻ വേദന കൊണ്ട് പുളയുകയാണ്. ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്. ഏറെ സമയം സ്മിത്തിന് അത് കണ്ടു നിൽക്കുവാൻ കഴിഞ്ഞില്ല. സ്മിത്ത് അവിടെ കടന്നിരുന്ന ഒരു വലിയ തടിക്കഷ്ണം എടുത്തുകൊണ്ട് തറയിൽ ആഞ്ഞടിച്ച് വലിയ ശബ്ദമുണ്ടാക്കി. ആ വലിയ ശബ്ദം കേട്ടുകൊണ്ട് ബാലു ഒന്ന് ഭയക്കുകയും സ്മിത്തിൻ്റെ ജോലിക്കാരനെ വിട്ടുകൊണ്ട് പുറകോട്ട് മാറുകയും ചെയ്തു. ആ കരടി സ്മിത്തിനെ ഒന്ന് നോക്കി തൻ്റെ മൂക്ക് ചൊളിച്ചു. എന്നാൽ സ്മിത്തിന് നല്ല ദേഷ്യമാണ് തോന്നിയത്. അടക്കാനാകാത്ത വലിയ ദേഷ്യം. താൻ വളർത്തുന്ന ഈ മൃഗം ഏത് നിമിഷവും ആരുടെയും ജീവൻ എടുത്തേക്കാമെന്ന് അന്ന് ആദ്യമായി അദ്ദേഹം തിരിച്ചറിഞ്ഞു. ബാലുവിൻ്റെ സ്വഭാവം ഓരോ ദിവസം കഴിയുന്തോറും മാറിക്കൊണ്ടിരുന്നു. അവൻ വളരുന്നതനുസരിച്ച് അവനിലെ വന്യമായ ആവശ്യങ്ങളും അവനെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരുന്നു. അവൻ ഇപ്പോൾ വീട്ടിലെ ഭക്ഷണത്തോട് താല്പര്യം കാണിക്കാറില്ല. രാത്രി മുഴുവൻ അവൻ ബംഗ്ലാവിന് ചുറ്റും നടക്കുമായിരുന്നു. ഇരുട്ടിൽ അവൻ വിചിത്രമായ ചില ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുമായിരുന്നു. കാട്ടിലെ തൻ്റെ യഥാർത്ഥ കൂട്ടുകാരെ വിളിക്കുന്നത് പോലെ. രാത്രിയിൽ മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചം മങ്ങുമ്പോൾ ആ ബംഗ്ലാവ് ആകെ ഇരുട്ടിൽ മുങ്ങുമായിരുന്നു. കാടിൻ്റെ ആ നിശബ്ദതയിൽ ബാലു കനത്ത ശ്വാസോച്ഛ്വാസം വ്യക്തമായപ്പോൾ കേൾക്കാൻ കഴിയും. സ്മിത്ത് തൻ്റെ കട്ടിലിൽ കിടക്കുമ്പോൾ പലപ്പോഴും ചിന്തിക്കുമായിരുന്നു, ഈ കരടി രാത്രിയുടെ മറവിൽ തന്നെ ആക്രമിക്കുമോ? അതൊരു ഭയാനകമായ ചിന്ത മാത്രമായിരുന്നില്ല. ഒരു വേട്ടക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു വേട്ടക്കാരൻ മറ്റൊരു വേട്ടക്കാരനെ നോക്കിക്കാണുന്ന ജാഗ്രതയായിരുന്നു അത്. മെർലിൻ സ്മിത്തിൻ്റെ പക്കൽ അപ്പോൾ ഈ വിചിത്രമായ മൃഗം മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്, മറ്റൊരു മൃഗം കൂടി ഉണ്ടായിരുന്നു. അതൊരു പുള്ളിപ്പുലിയായിരുന്നു. ചെറിയ ഒരു പൂച്ചക്കുട്ടിയുടെ അത്രയും മാത്രം വലിപ്പമുള്ള ഒരു കുഞ്ഞ്. പക്ഷേ അതിൻ്റെ വേഗതയും ആക്രമിക്കാനുള്ള കരുത്തും അതൊരു വളർത്തുമൃഗത്തെക്കാളും ഇരട്ടിയായിരുന്നു. അവൻ്റെ ശരീരത്തിലെ ആ കറുത്ത പുള്ളികൾ രാത്രിയുടെ ആ ഇരുട്ടിൽ അദൃശ്യമാകുമായിരുന്നു. അവൻ നടക്കുമ്പോൾ ഒരൊറ്റ ശബ്ദം പോലും ഉണ്ടാകാറില്ല. ഇങ്ങനെയൊക്കെയാണ് ആ ബംഗ്ലാവിലെ കാര്യങ്ങളെങ്കിലും കരടിയും പുള്ളിപ്പുലിയും ഒരുമിച്ചാണ് വളർന്നതെങ്കിലും അവ പരസ്പരം കണ്ടു കഴിഞ്ഞാൽ വിദ്വേഷവും പകയുമാണ് ഉള്ളത്. അവർ മുഖാമുഖം വരുമ്പോഴെല്ലാം അന്തരീക്ഷത്തിൽ ഒരു യുദ്ധത്തിൻ്റെ പ്രതീതിയാണ് ഉണ്ടാകുന്നത്. പുള്ളിപ്പുലി തൻ്റെ നട്ടല് വളച്ച് കരടിക്ക് നേരെ ചീറ്റുമായിരുന്നു. എന്നാൽ ബാലു തൻ്റെ പിൻകാലുകളിൽ നിവർന്നു നിന്ന് അവൻ്റെ വലിപ്പം കാട്ടി പേടിപ്പിക്കുവാൻ ശ്രമിക്കുമായിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുവാൻ മാത്രമാണ് സ്മിത്തിന് സാധിക്കുക. അപ്പോൾ അതിലിടപെടാൻ സാധിക്കുകയില്ല. കാരണം താനിപ്പോൾ ഇരിക്കുന്നത് ഒരു വെടിമരുന്ന് കൂനയുടെ മുകളിലാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. ഒരു ദിവസം കാറ്റും മഴയും ഇടിയും മിന്നലും ഉണ്ടായിരുന്ന ഒരു രാത്രിയിൽ പെട്ടെന്ന് ബാലുവിനെ കാണാതായി. മെറിൻ സ്മിത്ത് തൻ്റെ ബംഗ്ലാവിൽ ആകെ അവനെ തിരക്കി. ആ ബംഗ്ലാവിലെങ്ങും അവനെ കണ്ടെത്തുവാൻ അയാൾക്ക് കഴിഞ്ഞില്ല. ബംഗ്ലാവിൻ്റെ വാതിൽ മലക്കെ തുറന്നു കിടക്കുകയാണ്. മെർലിൻ സ്മിത്ത് സംശയിച്ചത് അവൻ സ്വയം ഇറങ്ങി കാട്ടിലേക്ക് പോയതായിരിക്കുമോ അതോ ആരെങ്കിലും അവനെ അവിടെ നിന്നും പിടിച്ചുകൊണ്ടുപോയോ എന്നു മാത്രമാണ്. അന്നത്തെ രാത്രിയിൽ ബാലുവിനെ കാണാതെ സ്മിത്തിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഇരുട്ടിൽ ആരോ തന്നെ നിരീക്ഷിക്കുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി. എന്നാൽ അത് വെറുമൊരു തോന്നലായിരുന്നു. അവിടെയാകെ ബാലുവിൻ്റെ ഗന്ധം തങ്ങി നിൽക്കുന്നത് പോലെയും അദ്ദേഹത്തിന് അനുഭവിക്കുവാൻ കഴിഞ്ഞു. അത് ഇപ്പോഴും ഇവിടെ തന്നെ തങ്ങി നിൽക്കുന്നുമുണ്ട്. അദ്ദേഹം തൻ്റെ മനസ്സിൽ മന്ത്രിച്ചു. അദ്ദേഹം തികഞ്ഞ നിരാശയിലായിരുന്നു. അന്നത്തെ രാത്രിയിൽ ഉറങ്ങാതെ അദ്ദേഹം കഴിച്ചുകൂട്ടി. പിറ്റേന്ന് നടന്നത് എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു. ബാലു ബംഗ്ലാവിലേക്ക് തിരിച്ചു വന്നു. പക്ഷേ അവൻ തനിച്ചായിരുന്നില്ല. അവൻ്റെ മുഖത്ത് പുതിയ രക്തത്തിൻ്റെ പാടുകളുണ്ടായിരുന്നു. സ്മിത്ത് ആ കരയുടെ കഴുത്തിൽ സ്നേഹത്തോടെ അണിയിച്ച ഒരു മണിയുണ്ടായിരുന്നു. ഒരു ചെറിയ മണി. അതിപ്പോൾ ആ കരയുടെ കഴുത്തിലുണ്ടായിരുന്നില്ല. അത് നഷ്ടമായിരിക്കുന്നു. അതുമാത്രമല്ല, ഇപ്പോൾ ബാലുവിൻ്റെ പെരുമാറ്റത്തിലും വലിയ മാറ്റം വന്നിരിക്കുന്നു. അവൻ മുൻപത്തേക്കാൾ നിശബ്ദനായിരിക്കുന്നു. എന്നാൽ അപകടകാരിയായി തോന്നി.
ഒന്നുകിൽ ഇപ്പോൾ അവനെ ഒരു കൂട്ടിലടക്കണം, അല്ലെങ്കിൽ എന്നേക്കുമായി അവനെ കാട്ടിലേക്ക് തിരിച്ചുവിടണം. തലേന്ന് രാത്രിയിൽ ആ വനത്തിൽ എന്തൊക്കെയോ പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട്. അങ്ങനെ വന്നതായിരിക്കാം അവൻ്റെ മുഖത്തെ ആ വലിയ പാട്. അവൻ്റെ കഴുത്തിലെ മണിയും അങ്ങനെയായിരിക്കാം നഷ്ടപ്പെട്ടത്. അവനെ കാട്ടിലേക്ക് കൊണ്ടുവിടുവാൻ സ്മിത്തിന് മനസ്സനുവദിച്ചില്ല. മനുഷ്യരുമായി ഇത്രയും കാലം ഇണങ്ങി ജീവിച്ച അവന് ആ വനത്തിൽ എങ്ങനെ ഇനിയും മുന്നോട്ട് പോകാൻ കഴിയുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത. അതുമാത്രമല്ല, ഇനിയും ഇപ്പോൾ അവനെ വനത്തിൽ കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ അവനൊരു നരഭോജിയായി മാറിപ്പോകുമോ എന്ന് പോലും സ്മിത്തിന് ഭയമുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ബാലുവിനെ ചെങ്ങലയിൽ ബന്ധിക്കുവാൻ തന്നെയായിരുന്നു സ്മിത്ത് തീരുമാനമെടുത്തത്. പിറ്റേ ദിവസമായപ്പോഴേക്കും മഴ പൂർണ്ണമായും അവസാനിച്ചു. എന്നാൽ വായുവിലെ ഈർപ്പം അപ്പോഴും മാറിയിട്ടുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, കാട്ടിൽ നിന്നും വരുന്ന ചീഞ്ഞ ഇലകളുടെ ഗന്ധവും ബംഗ്ലാവിനുള്ളിലേക്ക് പതിയെ വീശി അടിച്ചുകൊണ്ടിരുന്നു. അപ്പോഴും ബാലു വരാന്തയുടെ ഒരു മൂലയ്ക്ക് ഒതുങ്ങിക്കൂടിയിരിക്കുകയാണ്. ആഴ്ചകൾക്ക് മുമ്പേ കണ്ട ആ നിഷ്കളങ്കത ഇപ്പോൾ അവൻ്റെ കണ്ണുകളിൽ കാണാനില്ല. അത് പൂർണ്ണമായും മാഞ്ഞു പോയിരിക്കുന്നു. സ്മിത്ത് പതിയെ ആ ബാലുവിൻ്റെ അരികിലേക്ക് പോയി. അവനെ ഒന്ന് നോക്കി, അവനെ ഒന്ന് തലോടി. അതിനുശേഷം അവൻ്റെ കൈകൾ ഒന്ന് പരിശോധിച്ചു. അവൻ്റെ നഖങ്ങൾക്കിടയിൽ മണ്ണും മറ്റേതോ ഒരു ജീവിയുടെ രോമങ്ങളും കയറിയിരിക്കുന്നുണ്ടായിരുന്നു. അവൻ വനത്തിലേക്ക് തലേന്ന് രാത്രിയിൽ നടത്തിയ പോരാട്ടത്തിൻ്റെ അവശേഷിപ്പുകളാണ് ഇപ്പോൾ അവൻ്റെ ശരീരത്തും അവൻ്റെ നഖങ്ങൾക്കിടയിലും കാണാൻ കഴിയുന്നതെന്ന് സ്മിത്ത് മനസ്സിലാക്കി. അവനിപ്പോൾ ഒരു നിഷ്കളങ്കനായ ഒരു മൃഗമല്ല, മറിച്ച് വനത്തിൻ്റെ വന്യതകൾ നിറഞ്ഞ ഒരു വന്യമൃഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. തലേന്ന് രാത്രിയിൽ അവൻ ഏതോ ഒരു മൃഗത്തെ വേട്ടയാടി അതിൻ്റെ രക്തത്തിൻ്റെ രുചി അറിഞ്ഞിരിക്കുന്നു. ഇനിയും ഇങ്ങനെ വിട്ടാൽ ശരിയാകില്ല. സ്മിത്ത് അകത്തുനിന്നും ഒരു ചെങ്ങല കൊണ്ടുവന്ന് ആ വരാന്തയുടെ മൂലയ്ക്ക് ബാലുവിനെ ബന്ധിച്ചു. ബാലു അപ്പോഴും മുരളുന്നുണ്ടായിരുന്നു. എന്നാൽ തൻ്റെ യജമാനന് നേരെ ആക്രമണം നടത്തുവാൻ അവന് കഴിയുന്നുണ്ടായിരുന്നില്ല. ഈ കാര്യങ്ങളെല്ലാം അവിടെ നടക്കുമ്പോൾ തന്നെയാണ് സ്മിത്ത് തൻ്റെ രണ്ടാമത്തെ വളർത്തുമൃഗത്തിൻ്റെ കാര്യം ആലോചിച്ചത്. ആ പുള്ളിപ്പിടിയുടെ കാര്യം. അതിൻ്റെ പേര് സ്പോട്ട് എന്നാണ്. ബാലുവിനെ പോലെ ആയിരുന്നില്ല അവൻ. ബാലു ബഹളം വയ്ക്കുന്നവനായിരുന്നുവെങ്കിൽ സ്പോട്ട് അങ്ങേയറ്റം ശാന്തനായിരുന്നു. അവൻ മുറിക്കുള്ളിൽ ഉണ്ടോ എന്ന് പോലും തിരിച്ചറിയുവാൻ പോലും കഴിയാത്തത്രയും ശാന്തനായിരുന്നു. അവൻ എപ്പോഴും ബംഗ്ലാവിൻ്റെ മേൽക്കൂരയിലെ തടിയിൽ പറ്റിപ്പിടിച്ചിരിക്കുവാനായിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നത്. അവിടെ ഇരുന്നു കൊണ്ട് താഴെ നടക്കുന്ന ഓരോ ചലനങ്ങളും തൻ്റെ സുവർണ കണ്ണുകൾ കൊണ്ട് അവൻ നിരീക്ഷിക്കുമായിരുന്നു. അങ്ങനെ ഏകദേശം 2-3 ദിവസം കഴിഞ്ഞുപോയി. ഒരു ദിവസം ഉച്ചയ്ക്ക് അവിടെ ഒരു വിചിത്രമായ കാര്യം സംഭവിച്ചു. മെർലിൻ സ്മിത്തിനെ കാണുവാൻ വേണ്ടി അടുത്തുള്ള ഒരു ഗ്രാമത്തിൽ നിന്നും കുറച്ച് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമായി ഒരു കുട്ടയിൽ സാധനങ്ങൾ നിറച്ചുകൊണ്ട് ഒരു ഗ്രാമീണൻ ബംഗ്ലാവിലേക്ക് എത്തിയിരുന്നു. സ്മിത്തിനെ അവിടെ കാണാത്തതുകൊണ്ട് സ്മിത്തിനെ കാത്ത് വരാന്തയിൽ ആ പഴക്കൊട്ടയും വെച്ച് അയാൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. ഒരു മൂലയ്ക്ക് ബാലു ഇരിക്കുന്നുണ്ട്. അവനെ ചെങ്ങലയിൽ ബന്ധിച്ചിരിക്കുകയാണ്. അവൻ്റെ മുരൾച്ച അവിടെ ഉയർന്നു കേൾക്കാം. എന്നാൽ ചെങ്ങലയിൽ ബന്ധിച്ചത് കൊണ്ട് തന്നെ അയാൾക്ക് അതിന് യാതൊരു പേടിയും ഉണ്ടായിരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് അതിനെ അയാൾ തുറിച്ചു നോക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അയാളുടെ തലയുടെ മുകളിൽ മച്ചിലിരിക്കുന്ന ആ പുലിയെ അയാൾ ശ്രദ്ധിച്ചിരുന്നില്ല. അങ്ങേയറ്റം നിശബ്ദതയോടെ ആ പുലി താഴെ നടക്കുന്ന കാര്യങ്ങൾ അത്രയും നോക്കിക്കാണുകയായിരുന്നു. അതായത് സ്മിത്തിൻ്റെ സ്പോട്ട്. തൻ്റെ തലയുടെ മുകളിൽ ആ വേട്ടക്കാരൻ മറഞ്ഞിരുന്ന് തന്നെ നിരീക്ഷിക്കുകയായിരുന്നു എന്ന വിവരം അറിയാതിരുന്ന ആ പഴക്കച്ചവടക്കാരൻ ബാലുവിനെയും നോക്കി ബംഗ്ലാവിനുള്ളിൽ വിശ്രമിക്കുന്ന സ്മിത്തിനെയും കാത്ത് അവിടെ അങ്ങനെ ഇരുന്നു. അപ്പോഴാണ് അതുവരെയും ശാന്തനായി മച്ചിൻ്റെ മുകളിൽ ഇരുന്നിരുന്ന ആ പുലി താഴേക്ക് എടുത്ത് ചാടിയത്. ആ പഴക്കച്ചവടക്കാരനായ അയാളുടെ മുകളിലേക്കല്ല എടുത്ത് ചാടിയത്, മറിച്ച് അയാൾ കൊണ്ടുവന്ന ആ പഴക്കൊട്ടയുടെ മുകളിലേക്കായിരുന്നു. പുലി വന്ന് കൊട്ടയുടെ മുകളിലേക്ക് വീണതും ആ കൊട്ട മറിയുകയും പഴങ്ങൾ തെറിച്ചു പോകുകയും ചെയ്തു. ആ ശബ്ദം കേട്ടാണ് അയാൾ അവിടേക്ക് നോക്കുന്നത്. അപ്പോഴാണ് ആ പുലിയെ അയാൾ കാണുന്നത്. മഞ്ഞ ഉടലിൽ കറുത്ത പുള്ളികളുള്ള ആ പുലി. അയാൾ അക്ഷരത്തിൽ പകച്ചു നിന്നുപോയി. ഉച്ചത്തിൽ നിലവിളിച്ചു. അയാളുടെ നിലവിളി കേട്ടാണ് സ്മിത്ത് ഉണരുന്നത്. പുറത്തെന്തുവാണ് നടക്കുന്നതെന്ന് അറിയുവാൻ വേണ്ടി അദ്ദേഹം പുറത്തേക്ക് വന്നത്. അയാൾ പുറത്തു വരുമ്പോൾ കാണുന്ന കാഴ്ച തൻ്റെ സ്പോട്ട് അവൻ്റെ മുൻ കൈകളെടുത്ത് ആ പഴക്കച്ചവടക്കാരൻ്റെ തോളിലേക്ക് വെച്ചിരിക്കുകയാണ്. അത് മൃദുവായ ഒരു കൈ പോലെ ആയിരിക്കാം അദ്ദേഹത്തിന് അപ്പോൾ തോന്നിയത്. എന്നാൽ ആ കൈയുടെ ഉള്ളിൽ പുറത്തേക്ക് ചാടി വരുവാൻ വെമ്പി നിൽക്കുന്ന ആ കൂർത്ത നഖങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുറത്തേക്ക് ചാടി വരാം. അത് അയാളുടെ ശരീരത്തിനുള്ളിലേക്ക് ആഴത്തിലിറങ്ങിയേക്കാം. ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് മെർലിൻ സ്മിത്ത് തൻ്റെ ബംഗ്ലാവിൻ്റെ പുറത്തേക്ക് വരുന്നത്. അദ്ദേഹം ഒച്ച വെച്ച് ആ പുലിയെ
പേടിപ്പിക്കുവാൻ ശ്രമിച്ചില്ല. അങ്ങനെ പേടിപ്പിക്കുകയാണെങ്കിൽ അവൻ്റെ നഖങ്ങൾ കൊണ്ട് അയാളുടെ ശരീരത്തിൽ മുറിവേറ്റാലോ എന്ന് സ്മിത്ത് ഭയന്നു. അകത്തു നിന്നും ഒരു പാത്രം എടുത്തുകൊണ്ട് വന്ന് അതിനുള്ളിലേക്ക് പാലൊഴിച്ച് പുറത്തെ വരാന്തയിലേക്ക് വെച്ചു. അതിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് സ്പോട്ട് തൻ്റെ ശ്രദ്ധ ആ പഴക്കച്ചവടക്കാരിൽ നിന്നും വിട്ട് ആ പാല് വെച്ച പാത്രത്തിലേക്കായി. ആ സ്പോട്ട് അവിടേക്ക് നടന്നു വരികയും ആ പാല് കുടിക്കുകയും ചെയ്തു. പുലി എപ്പോഴാണോ ആ പഴക്കച്ചവടക്കാരൻ്റെ തോളിൽ നിന്നും കൈകളെടുത്തത്, അപ്പോൾ തന്നെ അയാൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. സാക്ഷാൽ മരണത്തെ നേരിട്ട് കണ്ടതുപോലെ. അന്നു വൈകുന്നേരം സ്മിത്ത് വരാന്തയിൽ ഇരുന്നു കൊണ്ട് തൻ്റെ ഡയറിയിൽ ഇങ്ങനെ എഴുതി: ഒരു വന്യമൃഗത്തെ വളർത്തുക എന്നത് തീ കൊണ്ട് കളിക്കുന്നത് പോലെയാണ്. നിങ്ങൾക്ക് അതിന് ഭക്ഷണം നൽകാം, അതിനെ ചുംബിക്കാം, പക്ഷേ അതിൻ്റെ ഉള്ളിലെ രക്തം കൊതിക്കുന്ന ആ വേട്ടക്കാരനെ നിങ്ങൾക്ക് ഒരിക്കലും കൊല്ലാൻ കഴിയില്ല. ദിവസങ്ങൾ കഴിയും തോറും സ്പോട്ടും ബാലുവും തമ്മിലുള്ള ശത്രുത വർദ്ധിച്ചു വന്നുകൊണ്ടേയിരുന്നു. ബാലു ഇപ്പോൾ തന്നെ കെട്ടിയിരിക്കുന്ന ആ ചെങ്ങല പൊട്ടിച്ചുകൊണ്ട് പുറത്തു വരുവാൻ ശ്രമിക്കുകയാണ്. പലപ്പോഴും ആ ചെങ്ങലയുടെ കിലുക്കം ആ ബംഗ്ലാവിൽ മുഴുകി കേൾക്കാൻ കഴിഞ്ഞു. എന്നാൽ രാത്രിയാകുമ്പോൾ ബാലുവിൻ്റെ ഗർജനം ആ ബംഗ്ലാവിലാകെ മുഴങ്ങും. സ്പോട്ടാകട്ടെ കൂടുതൽ രഹസ്യ സ്വഭാവമുള്ളവനായി മാറി. അവൻ രാത്രി മുഴുവൻ ബംഗ്ലാവിന് പുറത്ത് എവിടെയൊക്കെയോ പോകും. അവൻ പോകുന്നതും വരുന്നതും ഒന്നും ആരും അറിയില്ല. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ ആകാശം മേഘാവൃതമായിരുന്നു. ഏതു നിമിഷം വേണമെങ്കിലും മഴ പെയ്തേക്കാം. മെർലിൻ സ്മിത്ത് ബംഗ്ലാവിൻ്റെ ഉള്ളിൽ തൻ്റെ വിളക്കിൻ്റെ വെളിച്ചത്തിരുന്നു കൊണ്ട് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വരാന്തയിൽ നിന്നും ഭയാനകമായ ഒരു ശബ്ദം അദ്ദേഹം കേട്ടത്. ആരോ വേദന കൊണ്ട് കരയുന്നത് പോലെയുള്ള ശബ്ദമായിരുന്നു സ്മിത്ത് കേട്ടത്. ഒട്ടും വൈകിയില്ല. തൻ്റെ മുറിക്കുള്ളിൽ നിന്നും ടോർച്ചും തൻ്റെ തോക്കും എടുത്തുകൊണ്ട് പുറത്തേക്ക് ഓടി വന്നു. പുറത്തെത്തി ടോർച്ച് മുറ്റത്തേക്ക് പ്രകാശിപ്പിച്ചു. ആ കാഴ്ച കണ്ട് ശരിക്കും സ്മിത്ത് ഭയന്നിരുന്നു. ബാലു തൻ്റെ ചെങ്ങല പൊട്ടിച്ചു കഴിഞ്ഞിരുന്നു. പക്ഷേ അവൻ എങ്ങോട്ടും ഓടിപ്പോയില്ല. അവൻ ബംഗ്ലാവിൻ്റെ വളപ്പിൽ തന്നെ ഉണ്ടായിരുന്നു. അവിടുത്തെ ഒരു വളർത്തുനായയെ അവൻ നഖങ്ങൾക്കിടയിൽ വെച്ച് അമർത്തിക്കൊണ്ടിരിക്കുകയാണ്. നായയുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. രക്തം വാർന്ന് മരണത്തോട് മല്ലിടുകയാണ്. ഇതിലും ഭയാനകമായ കാര്യം എന്തെന്നാൽ പുള്ളിപ്പുലിയായ സ്പോട്ട് അടുത്തുള്ള കസാരയിൽ ഇരുന്നു കൊണ്ട് ഇതെല്ലാം നിരീക്ഷിക്കുകയായിരുന്നു. അവൻ്റെ കണ്ണുകളിൽ ഭയമുണ്ടായിരുന്നില്ല, പകരം ഒരു പ്രത്യേക കൗതുകമായിരുന്നു. തൻ്റെ വലിയ കൂട്ടുകാരിൽ നിന്നും വേട്ടയുടെ പാഠങ്ങൾ പഠിക്കുന്നതിൻ്റെ കൗതുകം. സ്മിത്ത് പിന്നെ ഒട്ടും കാത്തുനിന്നില്ല. തൻ്റെ കയ്യിലുണ്ടായിരുന്ന റൈഫിൾ മുകളിലേക്ക് ഉയർത്തി വായുവിലേക്ക് വെടിയുതിർത്തു. ആ വെടിയുടെ ഒച്ച ബംഗ്ലാവിനെ ആകെ പ്രകമ്പനം കൊള്ളിച്ചു. ബാലു ഞെട്ടിപ്പോയി. അവൻ നായയെ വിട്ട് ഇരുട്ടിലേക്ക് ഓടി. നായ രക്ഷപ്പെട്ടെങ്കിലും പേടിച്ചു വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഈ മൃഗങ്ങൾ ഇപ്പോൾ തന്നെ തൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് പുറത്താണെന്ന് സ്മിത്ത് മനസ്സിലാക്കി. പിറ്റേന്ന് രാവിലെ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. ഇവരെ ഇവിടെ നിന്നും മാറ്റണം. പക്ഷേ എങ്ങോട്ട്? കാട്ടിലേക്ക് വിടാൻ പറ്റില്ല. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അവർ മനുഷ്യൻ്റെ ഗന്ധം തിരിച്ചറിഞ്ഞുകൊണ്ട് മനുഷ്യവാസ കേന്ദ്രത്തിലേക്ക് മടങ്ങിയെത്തും. അത് അപകടമാണ്. ഇനിയിപ്പോൾ മൃഗശാലയെ വിടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്വാതന്ത്ര്യം എന്നേക്കുമായി നഷ്ടപ്പെടും. അതിന് താൻ ഒരുക്കവുമല്ല. ഇങ്ങനെ അദ്ദേഹം ചിന്തിച്ചു നിൽക്കുന്ന സമയത്താണ് സ്മിത്തിനെ കാണുവാൻ വേണ്ടി തൻ്റെ ഒരു സുഹൃത്തായ വേട്ടക്കാരൻ അവിടേക്ക് എത്തിയത്. അടുത്തുള്ള ഒരു തോട്ടത്തിന് സമീപം വലിയൊരു മൃഗത്തിൻ്റെ കാൽപ്പാടുകൾ കണ്ടതായി അദ്ദേഹം സ്മിത്തിനോട് പറഞ്ഞു. എന്നാൽ അത് ബാലുവിൻ്റെയോ സ്പോട്ടിൻ്റെയോ ആയിരുന്നില്ല. അതിനേക്കാൾ വലിപ്പമുള്ള കാലടയാളങ്ങളായിരുന്നു അദ്ദേഹം കണ്ടതെന്ന് അയാളോട് പറഞ്ഞു. ഒരുപക്ഷെ കാട് തൻ്റെ മക്കളെ തിരിച്ചു വിളിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ അവരെ ഇല്ലാതാക്കുവാൻ വേണ്ടി മറ്റാരെയെങ്കിലും അയച്ചതാകാം. ആ രാത്രിയിൽ സ്മിത്തിന് ഉറങ്ങുവാൻ കഴിഞ്ഞില്ല. തൻ്റെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ആരോ തന്നെ നിരീക്ഷിക്കുന്നത് പോലെ സ്മിത്തിന് തോന്നി. അത് വെറുമൊരു തോന്നൽ മാത്രമായിരുന്നില്ല. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു വന്യമൃഗമാണോ അതോ സാക്ഷാൽ മരണം തന്നെയാണോ എന്ന സംശയത്തിലായിരുന്നു സ്മിത്ത് അപ്പോൾ. രാത്രിയുടെ നിശബ്ദത കൂടുതൽ ആഴത്തിലായി. ചുറ്റുമുള്ള വലിയ മരങ്ങളുടെ നിഴലുകൾ ഭൂമിയിൽ ഭീകരരൂപങ്ങൾ സൃഷ്ടിച്ചു പടരാൻ തുടങ്ങി. സ്മിത്ത് തൻ്റെ വിളക്കിൻ്റെ വെളിച്ചം കുറച്ചു. കാറ്റപ്പോഴേക്കും നിലച്ചിരുന്നു. പക്ഷേ ചീഞ്ഞ മാംസത്തിൻ്റെയും വന്യമൃഗങ്ങളുടെ വിയർപ്പിൻ്റെ ഒരു വല്ലാത്ത മണവും വരാന്ത വരെ എത്തുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്മിത്ത് ഒരു കാര്യം ശ്രദ്ധിച്ചു. തൻ്റെ വളർത്തുമൃഗങ്ങളുടെ പെരുമാറ്റത്തിലെ മാറ്റം. അതുവരെയും ചെങ്ങല വലിച്ചു പൊട്ടിക്കുവാൻ നോക്കിയിരുന്ന ബാലു പെട്ടെന്ന് ശാന്തനായി. അവൻ നിലത്തോട് ചേർന്ന് ഒരു മൂലയ്ക്ക് കിടന്നു. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ വിറയ്ക്കുന്ന ശബ്ദമുണ്ടാക്കി. സ്പോട്ടാകട്ടെ മേൽക്കൂരയുടെ ഏറ്റവും മുകളിലേക്ക് കയറി ഒളിച്ചിരുന്നു.
പുറത്ത് വലിയൊരു അപകടത്തെ അവർ മണത്തറിഞ്ഞിരിക്കുന്നു. സ്മിത്ത് തൻ്റെ റൈഫിൾ എടുത്തുകൊണ്ട് മുട്ടുകാലിൽ നിന്നുകൊണ്ട് തൻ്റെ റൈഫിൾ തോളിലേക്ക് എടുത്ത് ഉയർത്തി വെച്ചു. അപ്പോഴേക്കും വേലിക്കരികിൽ എന്തോ അനക്കം അദ്ദേഹം കേട്ടു. ഉണങ്ങിയ ഇലകൾക്കിടയിലൂടെ എന്തോ നടക്കുന്ന ശബ്ദമായിരുന്നു അത്. ഇരുട്ടിൽ 2 വലിയ തിളങ്ങുന്ന കണ്ണുകൾ അദ്ദേഹം വ്യക്തമായി തന്നെ കണ്ടു. അത് തൻ്റെ വളർത്തുമൃഗമായ സ്പോട്ടിൻ്റെ കണ്ണുകളെക്കാൾ വലുതായിരുന്നു, അതുപോലെ ഭയാനകവുമായിരുന്നു. അതൊരു കൂറ്റൻ വന്യപുള്ളിപ്പുലിയായിരുന്നു, ഈ പ്രദേശത്തിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ. തൻ്റെ അതിർത്തിക്കുള്ളിൽ ഈ വളർത്തുമൃഗങ്ങളെ കണ്ടതിൽ അവൻ ക്ഷുഭിതനായിരിക്കുന്നു. ആ പുള്ളിപ്പുലി പതുക്കെ വരാന്തയുടെ പടികൾ കയറി വന്നു. അവൻ്റെ നടപ്പിൽ വലിയൊരു ആത്മവിശ്വാസമുണ്ടായിരുന്നു. ബാലു തൻ്റെ തല നഖങ്ങൾക്കിടയിലേക്ക് ഒളിപ്പിച്ചു വെച്ചു. പുലി ആഴത്തിലൊന്ന് ഗർജിച്ചു. അതിന് മറുപടിയായി സ്മോട്ട് മുകളിൽ നിന്നും മറുപടി നൽകാൻ ശ്രമിച്ചെങ്കിലും ഒരു പൂച്ചയെപ്പോലെ കരയുക മാത്രമേ അതിനെക്കൊണ്ട് കഴിഞ്ഞുള്ളൂ. വന്യതയും വളർത്തുമൃഗവും തമ്മിലുള്ള വ്യത്യാസം അവിടെ വളരെ വ്യക്തമായി. പുലി ആദ്യത്തെ പടിയിൽ കാൽ വെച്ചപ്പോൾ തടിത്തറയിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. തടി തറയിൽ ഉരയുമ്പോഴുണ്ടാകുന്ന ശബ്ദം. ബാലു വിറയ്ക്കുകയായിരുന്നു. പെട്ടെന്ന് സ്പോട്ട് മേൽക്കൂരയിൽ നിന്നും ഒരു വലിയ ചാട്ടം നടത്തി. പക്ഷേ പുലിയെ ആക്രമിക്കുവാനായിരുന്നില്ല, മറിച്ച് ജനാലയിലൂടെ മുറിക്കുള്ളിലേക്ക് ഓടി രക്ഷപ്പെടാനായിരുന്നു അവൻ ശ്രമിച്ചത്. സ്പോട്ട് യുദ്ധകാഹളം വിട്ടു. ഇപ്പോൾ വരാന്തയിൽ ആ പാവം കരടിയും സ്മിത്ത് സാഹിബും മാത്രമായി അവശേഷിച്ചു. ആ വലിയ പുലി തൻ്റെ മുഴുവൻ ശ്രദ്ധയും കരടിയിലേക്ക് തിരിച്ചു. അവൻ ആക്രമിക്കുവാൻ തയ്യാറാകുകയാണ്. ഏത് നിമിഷവും ബാലുവിനെ അത് ആക്രമിച്ചു കൊല്ലും. സ്മിത്ത് തൻ്റെ ടോർച്ച് അവനിലേക്ക് പ്രകാശിപ്പിച്ചു. ആ പുള്ളിപ്പുലിയുടെ മുഖത്തേക്ക് അടിച്ചു. പെട്ടെന്ന് വെളിച്ചം തൻ്റെ മുഖത്തേക്ക് അടിച്ചതും അതൊന്ന് ഞെട്ടിമാറി, പിന്നോട്ട് മാറി. സ്മിത്തിനെ അത് രൂക്ഷമായി നോക്കി. പിന്നെ സ്മിത്ത് ഒട്ടും കാത്തു നിന്നില്ല. തൻ്റെ റൈഫിൾ മുകളിലേക്ക് ഉയർത്തി വെടിവെച്ചു. ആ വെടിയുടെ ശബ്ദത്തിൽ കാടാകെ പ്രകമ്പനം കൊണ്ടു. പുലി ഒരു നിമിഷം കൂടി സ്മിത്തിനെ രൂക്ഷമായി നോക്കി. അതിനുശേഷം അതൊരു മിന്നൽ വേഗത്തിൽ കാടിനുള്ളിലേക്ക് ഓടിമറഞ്ഞു. സ്മിത്തിൻ്റെ ബാലുവെന്ന കരടി മരിച്ചു കിടക്കുന്നത് പോലെ അവിടെ അനങ്ങാതെ അങ്ങനെ കടന്നു. അവനൊന്നും മരണത്തെ അത്രയും അടുത്ത് കണ്ടു. പിറ്റേന്ന് രാവിലെ സ്മിത്ത് ആ പുലി നിന്ന ഭാഗത്തേക്ക് ചെന്നു. അവൻ്റെ കാലടയാളങ്ങൾ പരിശോധിച്ചു. ബാലുവിൻ്റെ പാടിനേക്കാൾ 1.5 ഇരട്ടി വലിപ്പമുള്ളതായിരുന്നു ആ മൃഗത്തിൻ്റെ ആ കാലടയാളം. അതോടെ സ്മിത്തിനൊരു കാര്യം മനസ്സിലായി. ഇനി ഒരിക്കലും ഈ മൃഗങ്ങളൊന്നും സാധാരണഗതിയിലേക്ക് മാറുകയില്ല എന്ന്. അന്നത്തെ രാത്രിയിൽ ഇവ അത്രയധികം ഭയന്നിരിക്കുന്നു. പിന്നെ ഒട്ടും വൈകാതെ തന്നെ ബാലുവിൻ്റെ കാലിൽ കിടന്നിരുന്ന ചെങ്ങല സ്മിത്ത് അഴിച്ചുവിട്ടു. പക്ഷേ ബാലു എങ്ങോട്ടും ഓടിപ്പോയില്ല. അവൻ സ്മിത്തിൻ്റെ കാൽക്കൽ തന്നെ ഇരുന്നു. തനിക്കറിയാം, തനിക്കിപ്പോൾ വ്യക്തമായി തന്നെ അറിയാം തൻ്റെ സുരക്ഷിതത്വം ഈ ഭിത്തിക്കുള്ളിലാണെന്ന്. സ്പോട്ടാകട്ടെ പേടിച്ചു വിറച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുവാൻ പോലും എത്തിയില്ല. സ്മിത്തിന് മറക്കാൻ കഴിയാത്ത മറ്റൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. അതൊരിക്കൽ ഉച്ചയ്ക്കായിരുന്നു. അന്ന് പക്ഷികളുടെ ചിലക്കൽ പോലും അവസാനിച്ചു. സ്പോട്ട് പെട്ടെന്ന് താഴെ ഇറങ്ങി ബംഗ്ലാവിൻ്റെ പിന്നിലുള്ള കോഴിക്കൂടി ലക്ഷ്യമാക്കി ഓടി. കോഴികൾ ഭ്രാന്തമായി ശബ്ദം കേട്ടാണ് സ്മിത്ത് അങ്ങോട്ട് ചെല്ലുന്നത്. പക്ഷേ സ്പോട്ട് അവയെ വേട്ടയാടുകയായിരുന്നില്ല. അവൻ പേടിച്ച് അവിടെ നിൽക്കുകയായിരുന്നു. കോഴിക്കൂടിൻ്റെ വലക്കരിയിൽ 13 അടിയോളം നീളമുള്ള ഒരു കൂറ്റൻ മലമ്പാമ്പ് ഇഴഞ്ഞു നീങ്ങുന്നത് അയാൾ കണ്ടു. അതിൻ്റെ കണ്ണുകൾ ബാലുവിൻ്റെ നേരെയായിരുന്നു. സ്മിത്ത് തോക്കെടുത്തു. വെടിവെക്കുവാൻ തുടങ്ങുന്നതിന് മുന്നേ ഒന്ന് നിർത്തി. ബാലുവിന് സ്വന്തമായി ജീവൻ രക്ഷിക്കുവാൻ കഴിയുമോ എന്ന് അദ്ദേഹത്തിന് നോക്കണമായിരുന്നു. ബാലുവിൻ്റെ അരികിലേക്ക് ആ പാമ്പ് ഇഴഞ്ഞു നിന്നി. ബാലുവിൻ്റെ തൊട്ടടുത്തെത്തിയപ്പോഴേക്കും ബാലു അതിനെ കണ്ടു. പെട്ടെന്ന് പിന്നോട്ട് ചാടി മാറി. പക്ഷേ തൻ്റെ ചെങ്ങല അവനൊരു കെണിയായി മാറി. ചാട്ടം പഴച്ച് വീണ്ടും ആ പാമ്പിൻ്റെ മുന്നിലേക്ക് തന്നെ ബാലു മറിഞ്ഞു വീണു. പാമ്പ് അവൻ്റെ ശരീരത്തെ ആകെ ചുറ്റി വരിഞ്ഞു മുറുകി. ബാലു തൻ്റെ കൂർത്ത നഖങ്ങൾ ഉപയോഗിച്ച് അതിനെ മാന്തിയെങ്കിലും ആ മലമ്പാമ്പ് വിട്ടില്ല. വീണ്ടും മരിഞ്ഞു മുറുക്കുവാൻ തുടങ്ങി. ഇനിയും നോക്കി നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ സ്മിത്ത് തന്നെ തോക്കെടുത്തുകൊണ്ട് അലറി വിളിച്ചുകൊണ്ട് ബാലുവിൻ്റെ അരികിലേക്ക് ഓടിച്ചെന്നു. തന്നെ ചുറ്റി വരിഞ്ഞു നിൽക്കുന്ന ആ പാമ്പിൻ്റെ പുറത്തേക്ക് ആഞ്ഞ് 3 വട്ടം അടിച്ചു. 2 അടി കൊണ്ട് തന്നെ ബാലുവിൻ്റെ ശരീരത്തിൽ നിന്നും ആ പാമ്പ് പിടിവിട്ടു. 3ാമത്തെ അടിക്ക് അത് വനം ലക്ഷ്യമാക്കി ഇഴഞ്ഞു പോകുകയും ചെയ്തു. അന്ന് രാത്രിയിൽ സ്മിത്ത് ബംഗ്ലാവിന് ചുറ്റും തീ കൂട്ടി. ഈ മൃഗങ്ങൾ ബംഗ്ലാവിനൊരു ശാപമായി മാറിയിരിക്കുന്നു എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അദ്ദേഹം തൻ്റെ സുഹൃത്തിന് ഒരു കത്തെഴുതി. എനിക്കിവരെ ഇനിയും ഇവിടെ നിർത്താൻ കഴിയില്ല. ഓരോ ദിവസവും മരണം എൻ്റെ വാതിക്കൽ വന്ന് മുട്ടുകയാണ്. രാത്രിയിൽ അതേ പുലി വീണ്ടും വന്നു. ഇത്തവണ അവൻ ഒറ്റയ്ക്കായിരുന്നില്ല. അവനൊപ്പം മറ്റൊരു പുലിയും ഉണ്ടായിരുന്നു.
2 പുലികളുടെ ഗർജനമായിരുന്നു ബംഗ്ലാവിൻ്റെ ഭാഗത്തു നിന്നും ഞാൻ കേട്ടത്. വന്യത അതിൻ്റെ വല വിരിച്ചു കഴിഞ്ഞു. പുലികൾ വരാന്തയിലേക്ക് കയറി. ബാലു പേടിച്ച് ചെങ്ങല പൊട്ടിച്ച് സ്മിത്തിൻ്റെ മുറിയിലേക്ക് ഓടിക്കയറി. സ്പോട്ട് മുകളിൽ അനങ്ങാതെ പേടിച്ച് അങ്ങനെ ഇരുന്നു. സ്മിത്ത് തുടർച്ചയായി തൻ്റെ റൈഫിളിൽ നിന്നും 3 തിരകൾ പായിച്ചു. ബംഗ്ലാവിനെയും അടുത്തുള്ള കാറിനെയും പ്രകമ്പനം കൊള്ളിക്കുവാൻ അത് മതിയായിരുന്നു. ആ വെടിവെച്ച കേട്ടാണ് അടുത്തുള്ള ആളുകൾ ബംഗ്ലാവിലേക്ക് തീപ്പന്തവുമായി ഓടിയെത്തിയത്. അപ്പോൾ മാത്രമാണ് അവിടേക്കെത്തിയ ആ പുലികൾ പിന്മാറിയത്. പിറ്റേന്ന് സ്മിത്ത് 2 വലിയ തടിപ്പെട്ടികൾ ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടു. കാട്ടിൽ നിന്നും ഒരാളെ കൊണ്ടുവരുവാൻ എളുപ്പമാണ്, പക്ഷേ അവരെ മനുഷ്യനാക്കി മാറ്റാൻ അസാധ്യമാണ്. സ്മിത്ത് ഡയറിയിൽ ഇങ്ങനെ കുറിച്ചു: തൻ്റെ പ്രിയപ്പെട്ട വളർത്തുമൃഗങ്ങളെ കൊൽക്കത്തയിലെ മൃഗശാലയ്ക്ക് അയക്കുവാൻ വേണ്ടിയാണ് അദ്ദേഹം ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. അങ്ങനെ തടിപ്പെട്ടികൾ ഒരുങ്ങി. ബാലുവിനെയും സ്പോട്ടിനെയും ആ തടിപ്പെട്ടികളിലാക്കി. ബാലുവിൻ്റെ അമ്മയെ നഷ്ടപ്പെട്ട സമയത്ത് അവൻ കരഞ്ഞതുപോലെയുള്ള ആ വിചിത്രമായ ശബ്ദം അവൻ വീണ്ടും ഉണ്ടാക്കി. അവർക്ക് മനസ്സിലായിരിക്കുന്നു തങ്ങളുടെ സുരക്ഷിതമായ ഈ ബംഗ്ലാവ് വിട്ടുകൊണ്ട് തങ്ങളുടെ യജമാനെയും വിട്ടുകൊണ്ട് എവിടേക്കോ യാത്ര പോകുകയാണ് എന്ന്. ഇനി തങ്ങൾക്ക് തങ്ങളുടെ യജമാനെ കാണാൻ കഴിയില്ല എന്നും അവർക്ക് മനസ്സിലായിരിക്കണം. അങ്ങനെ ബാലുവിനെയും സ്പോട്ടിനെയും വെച്ചിരുന്ന പെട്ടികൾ ആ വണ്ടിയിലേക്ക് കയറ്റി. ബംഗ്ലാവിൻ്റെ ഗേറ്റ് കടന്നുകൊണ്ട് ആ വണ്ടി ദൂരേക്ക് യാത്രയായി. പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ മൃഗശാലയിൽ നിന്നും സ്മിത്തിന് ഒരു കത്ത് കിട്ടി. ആ കത്തിൽ എഴുതിയിരുന്നത് ഇങ്ങനെയാണ്: അവരിവിടെ സുരക്ഷിതമായി എത്തിയിരിക്കുന്നു, പക്ഷേ പകൽ മുഴുവൻ അവർ മതിലിന് അഭിമുഖമായിരിക്കും. രാത്രിയിൽ കാട്ടിലുണ്ടാക്കുന്നത് പോലെയുള്ള ശബ്ദം അവർ ഉണ്ടാക്കും. അത്രയും മാത്രം വായിക്കുവാനേ സ്മിത്തിന് കഴിഞ്ഞുള്ളൂ. അദ്ദേഹം ആ കത്ത് മടക്കി വെച്ചു. അതിനുശേഷം തൻ്റെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. രാത്രി വന്ന് ആ കാടിനെ വിഴുങ്ങുന്ന ആ കാഴ്ച കണ്ടുകൊണ്ട് അവൻ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു. അങ്ങ് ദൂരെ നിന്നും ഒരു പുലിയുടെ വലിയൊരു ഗർജനം അദ്ദേഹത്തിന് അപ്പോൾ കേൾക്കുവാനായി. അതെ, സ്വാതന്ത്ര്യത്തിൻ്റെ ആ ഉഗ്രമായ ഗർജനം. സ്മിത്ത് അപ്പോൾ തിരിച്ചറിഞ്ഞു, വന്യമൃഗങ്ങളല്ല, മറിച്ച് കാടിനെ കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുന്ന മനുഷ്യൻ്റെ ചിന്താഗതിയാണ് വിചിത്രം. കാടിൻ്റെ നിയമം എന്നും മാറ്റമില്ലാതെ തുടരും. ഒന്നുകിൽ വേട്ടക്കാരനായി തുടരുക, അല്ലെങ്കിൽ ഇരയായി മാറുക. ഇത്രയും കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് മെർലിൻ സ്മിത്ത് തൻ്റെ ജനാലയുടെ പുറത്തേക്ക് നോക്കി അങ്ങനെ ഇരുന്നു. ആ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് വീണ്ടും അങ്ങ് അകലെ നിന്നും ഒരു പുലിയുടെ ഗർജനം അവിടെ ഉയർന്നു. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നും പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.